ഹായ് ഹലോ, എല്ലാവർക്കും സുഖം തന്നെയല്ലേ? ഞാൻ ഇന്ന് ഗ്ലോബൽ വില്ലേജിൽ പോയ കുറച്ച് വീഡിയോ ആണ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത്. ഗ്ലോബൽ വില്ലേജ് ക്ലോസിംഗ് ഡേറ്റ് ആയി, മെയ് 5-നാണ് ക്ലോസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നല്ല തിരക്കാണ്. പിന്നെ ഗ്ലോബൽ വില്ലേജിൻ്റെ എല്ലാ വീഡിയോ ഇടേണ്ട ആവശ്യമില്ല, അത്ര ആളുകൾ, ഒരുപാട് ആൾക്കാർ ഷെയർ ചെയ്യുന്നതും ഒരുപാട് ആൾക്കാർ പോകുന്ന ഒരു ഏരിയ തന്നെയാണ് ഗ്ലോബൽ വില്ലേജ്. ഷോപ്പിങ്ങിനും കുട്ടികൾക്ക് എൻ്റർടൈൻമെൻറ്റൊക്കെ ചെയ്യാൻ പറ്റിയ ഏരിയ ആണ്. ഞങ്ങളിവിടെ എപ്പോഴും പോകുമ്പോൾ നമ്മൾ മെയിനായിട്ട് പോകുന്ന കുറച്ച് സ്ഥലങ്ങളുണ്ട് കേട്ടോ. ആഫ്രിക്കയും പാകിസ്ഥാനൊക്കെ. പാകിസ്ഥാൻ പോലുള്ളതൊക്കെ പോകുമ്പോൾ ഡ്രസ്സൊക്കെ മേടിക്കാൻ വേണ്ടി നല്ലതാണ്. നല്ല ഡ്രസ്സിൻ്റെ മെറ്റീരിയലും പിന്നെ ലെതറിൻ്റെ ബാഗൊക്കെ നല്ലത് കിട്ടാറുണ്ട്. നല്ല ലാസ്റ്റ് ചെയ്യും കേട്ടോ അവരുടെ ലെതറിൻ്റെ ബെൽറ്റുകളൊക്കെ നല്ലപോലെ ലാസ്റ്റ് ചെയ്യുന്നതാണ്. പക്ഷെ നല്ല ബാർഗെയിൻ ചെയ്യാൻ നന്നായിട്ട് അറിഞ്ഞിരിക്കണം. ഇന്ത്യൻ പവലിയനിൽ ഇയറിങ്സും നെക്ലസ് സെറ്റൊക്കെ നല്ല റീസണബിൾ, നല്ലൊരു കളക്ഷൻ അവിടെ കാണാറുണ്ട്. പിന്നെ ഫുഡ്, ടർക്കിഷ് ഐസ്ക്രീം, അതുപോലെ ബോസ്നിയൻ കബാബൊക്കെ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ട്രൈ ചെയ്യണ അടിപൊളിയാണ്. ന്യൂ ഇയറിന് ഞങ്ങളിപ്പോൾ കുറേ നാളായിട്ട് ഗ്ലോബൽ വില്ലേജ് വരാറുണ്ട് കേട്ടോ. കാര്യം ഈ ന്യൂ ഇയറിൽ ഫയർ വർക്ക് കാണാൻ എനിക്ക് ഗ്ലോബൽ വില്ലേജ് ഇഷ്ടമാണ്. കാര്യം 3-4 രാജ്യങ്ങളിലെ ഫയർ വർക്ക് നമുക്ക് ഈ ഗ്ലോബൽ വില്ലേജിൽ പോയാൽ കാണാൻ പറ്റും. നല്ല തിരക്കായതുകൊണ്ട് തന്നെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. അതുകൊണ്ട് നല്ല ഫുഡൊക്കെ എക്സ്പ്ലോർ ചെയ്യണ വീഡിയോ ഒക്കെ ഇടണമെന്ന് വിചാരിച്ചു. അപ്പോൾ അതൊന്നും ചെയ്യാൻ പറ്റിയില്ല. എന്നാലും നല്ലപോലെ എൻജോയ് ചെയ്തു. ഒരുപാട് പവലിയനിലൊക്കെ കയറി. താങ്ക് യു ഫോർ വാച്ചിങ്.